പന്തക്കുസ്താ പന്തക്കുസ്താ വരവായി പുതു പന്തക്കുസ്താ 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 നൽകണമേ പുതു പന്തക്കുസ്താ സ്വർഗം തുറന്നിടണമേ ആത്മനെ അയച്ചിടണമേ സ്വർഗം തുറന്നിടണമേ ആത്മനെ അയച്ചിടണമേ ആഹാർത്തരായി ഞങ്ങൾ കാത്തിരിപ്പു നൽകണമേ വീണ്ടും പന്തക്കുസ്താ ആഹാർത്തരായി ഞങ്ങൾ കാത്തിരിപ്പു നൽകണമേ വീണ്ടും പന്തക്കുസ്താ ആത്മാവേ റൂഹായേ നിറയണമേ എന്നിൽ നിറയണമേ ആത്മാവേ റൂഹായേ നിറയണമേ എന്നിൽ നിറയണമേ അഗ്നിയായി തീനാവായി നിറയണമേ എന്നിൽ നിറയണമേ അഗ്നിയായി തീനാവായി നിറയണമേ എന്നിൽ നിറയണമേ. യേശുവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, കം ഹോളി സ്പിരിറ്റ് എന്ന ഈ പെന്തക്കുസ്ത ഒരുക്ക ധ്യാന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനായി ദാഹിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി കൊതിച്ച് നമ്മൾ ഈ നാളുകളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുകയാണ്. ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ പെന്തക്കുസ്ത ദിനത്തിനായി ഒരുങ്ങിക്കൊണ്ടിരുന്ന ശിഷ്യന്മാരെ പോലെ അവരും അന്ന് ലോക്ക്ഡൗണിലായിരുന്നു. അവരും കഥകളടച്ച് പ്രാർത്ഥനാ നിരതരായി ഇരുന്നത് പോലെ നമ്മളും ഇന്ന് പ്രാർത്ഥനാ നിരതരായി ഈ പെന്തക്കുസ്തായ്ക്കായി ഈ തിരുനാളിനായി നമ്മൾ ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ആത്മാവിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിനായി ഹൃദയം കൊണ്ട് നമുക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമ്മളിപ്പോൾ എവിടെ ആയിരിക്കുന്നുവോ അവിടങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ കടന്നു വരട്ടെ. നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, നമ്മുടെ കുറവുകളെ പരിഹരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, നമ്മുടെ ജീവിതങ്ങളിലേക്ക് ആനന്ദവും സമാധാനവും ചൊരിയുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മളിലേക്ക് കടന്നു വരട്ടെ. നമുക്ക് ആഗ്രഹിക്കാം, ദാഹിക്കാം. നമ്മളിപ്രകാരം സംഖ്യയുടെ പുസ്തകത്തിൽ, പഴയ നിയമത്തിൽ സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മളിപ്രകാരം വായിക്കുന്നു. 11-ാം അധ്യായം 29-ാം തിരുവചനം. മോശ ജോഷുവയോട് പറഞ്ഞു, എന്നെ പ്രതി നീ അസൂയപ്പെടുന്നുവോ? കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് എൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരായി തീരാൻ ആഗ്രഹിക്കുന്ന, എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന മോശയുടെ മനോഭാവം നമുക്ക് സ്വന്തമാക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്കും ആഗ്രഹിക്കാം നമ്മുടെ സഭ മുഴുവൻ, ഈ ലോകം മുഴുവൻ പരിശുദ്ധാത്മ ശക്തിയിൽ നിറഞ്ഞ് എല്ലാവരും പ്രവാചകന്മാരായി, കർത്താവിൻ്റെ വക്താക്കളായി, കർത്താവിന് വേണ്ടി ജീവിക്കുന്ന പ്രേക്ഷിതരായി മാറുവാൻ, കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായി മാറുവാൻ, ജ്വലിക്കുന്ന ഹൃദയങ്ങളുള്ളവരായി മാറുവാൻ ഈ പെന്തക്കുസ്തായ്ക്കായുള്ള ഒരുക്ക ദിനങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കിന്ന് ഈ സമയം നമ്മളിപ്പോൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെ ആയിരുന്നു കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ കരങ്ങൾ ഒന്ന് തുറന്നു പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവിനായി ദാഹിച്ചുകൊണ്ട് നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം. കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈ ഒരു പുതിയ പെന്തക്കുസ്തായ്ക്കായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഒരു പുതിയ അനുഭവത്തിനായി ആഗ്രഹിക്കുന്നു. ഈശോയെ, അങ്ങയുടെ ആത്മാവിനെ ഇപ്പോൾ ഞങ്ങളിലേക്ക് അയക്കണമേ. സ്വർഗം തുറക്കണമേ. കർത്താവേ, അങ്ങയുടെ ശക്തി ഞങ്ങളിലേക്ക് അയക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ ഉണർവിനായി, ഒരു പുതിയ അഭിഷേകത്തിനായി, ഒരു പുതിയ ജ്വലനത്തിനായി ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. നിന്നെ ഞാൻ
പരിശുദ്ധാത്മാവേ, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ. പരിശുദ്ധാത്മാവിനായി ദാഹിക്കട്ടെ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കൃപകൾക്കായി ദാഹിക്കട്ടെ. ആത്മാവാം ദൈവമേ വരണേ. ഓ പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. നിറഞ്ഞു കവിയണമേ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ശിഷ്യ സമൂഹത്തിനു മേൽ അങ്ങ് ഇറങ്ങി വന്നതുപോലെ തീനാക്കുകളുടെ രൂപത്തിൽ കൊടുങ്കാറ്റിന്റെ ആരവം പോലെ പരിശുദ്ധാത്മാവേ, അങ്ങ് ഇപ്പോൾ തന്നെ ഞങ്ങളിലേക്കൊന്ന് ഇറങ്ങി വരണമേ. ഞങ്ങളുടെ വേദനകളിലേക്ക്, ദുഃഖങ്ങളിലേക്ക്, രോഗപീഠകളിലേക്ക്, കഷ്ടതകളിലേക്ക് എല്ലാം കടന്നു വരണമേ. പെന്തക്കുസ്താനുഭവം തരണേ. പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. പെന്തക്കുസ്താനുഭവം തരണേ. പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. ആത്മാവാം ദൈവമേ വരണേ. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഓ പരിശുദ്ധാത്മാവേ, ആത്മാവാം ദൈവമേ വരണേ. ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഞങ്ങളുടെ എല്ലാ അവസ്ഥകളിലേക്കും ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അങ്ങ് ഇപ്പോൾ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ ശക്തി അയക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു പുതിയ അഭിഷേകമായ ആത്മാവേ വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ. അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. പരിശുദ്ധാത്മാവേ, തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ. ദാഹത്തോടെ വിളിക്കട്ടെ. അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ചേർന്ന് പാടാം. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. കത്തിച്ചൊലിക്കുന്ന ആത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് ജ്വലിപ്പിക്കണമേ. വരണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയൊരു അഭിഷേകത്തിനായി ദാഹിക്കുന്നു കർത്താവേ. ഈ സമൂഹത്തിലേക്ക്, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കെല്ലാം അങ്ങ് ഇപ്പോൾ കടന്നു വരണമേ. ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണമേ. ഞങ്ങളുടെ തകർച്ചകളിലേക്ക്, രോഗങ്ങളിലേക്ക്, വേദനകളിലേക്ക്, ബന്ധനങ്ങളിലേക്ക്, അടിമത്തങ്ങളിലേക്കെല്ലാം ആത്മാവേ വരണമേ. ആത്മാവേ വരണമേ. ദാഹത്തോടെ ഞങ്ങൾ വിളിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹത്തോടെ കർത്താവിന് വിളിക്കട്ടെ. ആത്മാവിന്റെ ചൈതന്യത്തിന് വേണ്ടി. ദൈവത്തിനാത്മാവേ എന്നിൽ പറന്നിറങ്ങണമേ. അഗ്നിച്ചിറകുള്ള ദൈവത്തിനാത്മാവേ എന്നിൽ പറന്നിറങ്ങണമേ. ഞങ്ങളുടെ ജീവിതങ്ങളുടെ മേൽ ചിറകുള്ള ദൈവത്തിൻ
പ്രതിസന്ധികളുടെ മേൽ ചിറകുള്ള ദൈവത്തിനാത്മാവേ എന്നിൽ പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, ചിറകുള്ള ദൈവത്തിനാത്മാവേ എന്നിൽ പറന്നിറങ്ങണമേ. അഗ്നിച്ചിറകുള്ള ദൈവത്തിനാത്മാവേ എന്നിൽ പറന്നിറങ്ങണമേ. അഗ്നിച്ചിറകുള്ള ദൈവത്തിനാത്മാവേ എന്നിൽ പറന്നിറങ്ങണമേ. അഗ്നിച്ചിറകുള്ള ദൈവത്തിനാത്മാവേ എന്നിൽ പറന്നിറങ്ങണമേ. സ്തുതിക്കുന്നു. യേശുവേ, ആത്മാവിനെ അയക്കണമേ, അഭിഷേകം നൽകണമേ. സകല മക്കളുടെ പേരും അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ. കർത്താവേ, ജോയേൽ പ്രവാചകന്റെ വചനങ്ങൾ പോലെ സകല മനുഷ്യരുടെ പേരും കർത്താവേ അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബലം നഷ്ടപ്പെട്ട എല്ലാവരുടെ മേലും ആത്മാവേ വരണമേ. തകർന്ന കുടുംബങ്ങളിലേക്ക് ആത്മാവേ വരണമേ. തകർന്ന ജീവിതങ്ങളിലേക്ക് ആത്മാവേ വരണമേ. രോഗികളായി കഴിയുന്നവരിലേക്ക് ആത്മാവേ കടന്നു വരണമേ. തളർന്ന മനസ്സുകളിലേക്ക് ആത്മാവേ കടന്നു വരണമേ. ക്ഷമിക്കുവാൻ സാധിക്കാത്തവരിലേക്ക് ആത്മാവേ വരണമേ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവാം ദൈവമേ, വാഗ്ദാനം പോ ആത്മാവിനെ വർഷിക്കണമേ. കർത്താവാം ദൈവമേ, വാഗ്ദാനം പോ ആത്മാവിനെ വർഷിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രമാമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രമാമേ. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ആത്മാവിൻ്റെ നിറവിന് വേണ്ടി നമുക്ക് ദാഹിക്കാം. ഈ നാളുകളിൽ അമ്മയുടെ സഹായം നമുക്ക് തേടാം. ശിഷ്യ സമൂഹത്തെ ആത്മാവിനാൽ നിറയ്ക്കുവാനായി ഒരു ഉൾപ്രേരകമായി അവരോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധ അമ്മയെ പോലെ അമ്മയോട് ചേർന്ന് ഈ ദിനങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ സഹായം നമുക്ക് തേടി പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷകളിൽ ആത്മാവിൻ്റെ ചൈതന്യം വ്യാപരിക്കാൻ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഹൃദയം തുറന്ന് അമ്മയെ വിളിക്കട്ടെ. അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ, ആവേ മരിയ, ആവേ, ആവേ മരിയ, ആവേ, ആവേ മരിയ, ആവേ, ആവേ മരിയ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ നമ്മൾ കൊണ്ടുവരികയാണ്. കർത്താവിൻ്റെ വചനം കേൾക്കാൻ നമ്മുടെ കാതുകൾ നമുക്ക് കൂർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി ദാഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തി എപ്രകാരമുള്ളവനായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരുപാട് വ്യക്തികളെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്ന്
നമ്മൾ പരിചയപ്പെടുന്ന ഒരു വ്യക്തി പുതിയ നിയമത്തിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 6-7 അധ്യായങ്ങളിൽ കാണുന്ന സ്റ്റേഫാനോസാണ്. ആത്മീയമായി വളരുന്ന ഒരു വ്യക്തി, പരിശുദ്ധാത്മാവിനാൽ ജ്വലിക്കുന്ന ഒരു വ്യക്തി, പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിറഞ്ഞ ഒരു വ്യക്തി എപ്രകാരമുള്ളവനായിരിക്കണം, അവൻ്റെ ശൈലി എന്താകണമെന്ന് സ്റ്റേഫാനോസ് നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്റ്റേഫാനോസിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവനായിരുന്നു. അവൻ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവനായിരുന്നു. അപ്പസ്തോല പ്രവർത്തനം 6-ാം അധ്യായം 5-ാമത്തെ വചനത്തിലാണ് നമ്മളിത് വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സാഹചര്യം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ സ്റ്റേഫാനോസിനെ കുറിച്ച് പറയാനുള്ള സാഹചര്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അനുദിനമുള്ള സഹായ വിതരണത്തിൽ, ഭക്ഷണ വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ പരിഗണിക്കപ്പെടുന്നില്ല, അവഗണിക്കപ്പെടുന്നുവെന്ന് ഗ്രീക്കുകാർ യഹൂദന്മാർക്കെതിരെ പരാതിപ്പെടുകയാണ്. അവർ അപ്പസ്തോല പ്രമാണികളായ പത്രോസിൻ്റെയും യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും ഒക്കെ അടുക്കൽ വന്ന് ഈ പരാതി ബോധിപ്പിക്കുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ വചന ശുശ്രൂഷ ഉപേക്ഷിച്ച് ഭക്ഷണ ശുശ്രൂഷയിൽ ഏർപ്പെടുക ഉചിതമല്ല. അതിനുവേണ്ടി ഞങ്ങൾ കുറച്ച് പേരെ നിയോഗിക്കാം, 7 പേരെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. പ്രാർത്ഥനാപൂർവം അവർ തിരഞ്ഞെടുത്തു. അതിൽപ്പെട്ട ഒരാളായിരുന്നു സ്റ്റേഫാനോസ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവും വിശ്വാസവും നിറഞ്ഞ സ്റ്റേഫാനോസ് സഭയിലെ ഒരു ഡീക്കനായി, ശുശ്രൂഷകനായി ചുമതലയേൽക്കുകയാണ്. തുടർന്ന് അപ്പസ്തോലന്മാർ സ്റ്റേഫാനോസിൻ്റെയും മറ്റ് 6 പേരുടെയും തലയിൽ കൈവയ്ക്കുന്നു. അവരിൽ പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനം കൂടുതൽ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്റ്റേഫാനോസ് കൂടുതൽ ശക്തി പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു വചന ശുശ്രൂഷകൻ, ഒരു സഭാ ശുശ്രൂഷകൻ, ഒരു ദൈവിക മനുഷ്യൻ എപ്രകാരമുള്ളവനായിരിക്കണമെന്ന് സ്റ്റേഫാനോസ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. 1-ാമത്തെ ചിന്ത അതാണ്: സ്റ്റേഫാനോസ് വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവനായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാണ്. മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നേ പ്രാപിച്ചവരാണ് നമ്മളൊക്കെ. എനിക്ക് 49 വയസ്സായി. 49 വർഷങ്ങളായി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വീകരിച്ചവനാണ് ഞാൻ. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തിയെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വേദന. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായം 16-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്നും ദൈവത്തിൻ്റെ അരൂപി, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ദൈവത്തിൻ്റെ അരൂപി നമ്മുടെ ഹൃദയത്തിലുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് സങ്കീർത്തകൻ 51-ാം സങ്കീർത്തനം 11-ാമത്തെ വചനത്തിൽ ഇപ്രകാരം കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നത്: അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ കർത്താവേ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ഹല്ലേലൂയ! അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. അത് നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ട് സങ്കീർത്തകൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്. നമുക്ക് നമ്മുടെ ശക്തി തിരിച്ചറിയാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. സ്റ്റേഫാനോസിൽ ആ ശക്തി ഉണ്ടായിരുന്നു. വിശ്വസിച്ച സ്റ്റേഫാനോസിൽ, വിശ്വാസിയായ അവനിൽ പരിശുദ്ധാത്മാവിന് ശക്തി ഉണ്ടായിരുന്നു. ആനയ്ക്ക് ആനയുടെ ശക്തി അറിയില്ല എന്ന് പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ടാകും. എൻ്റെ ഇടവകയിൽ ഏകദേശം 55ഓളം ആനകൾ താമസിക്കുന്നുണ്ട്. ഞാൻ താമസിക്കുന്നത് കോട്ടപ്പടി എന്ന് പറയുന്ന ഇടവകയിലാണ്. ആ ഇടവകയുടെ അതിർത്തിയിലാണ് ഗുരുവായൂർ ദേവസ്വത്തിലെ ഗുരുവായൂർ അമ്പലത്തിലെ ആനകളെ പാർപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ പലപ്പോഴും ആനകളെ കാണാനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വരുന്ന വിരുന്നുകാരെയും അല്ലെങ്കിൽ സുഹൃത്തുക്കളെയും ഒക്കെ ആയിട്ട് പോകാറുണ്ട്. ഞങ്ങൾ കാണുന്ന ഒരു കാഴ്ച ഇതാണ്: ഒരൊറ്റ ആനയും തൻ്റെ ശക്തി തിരിച്ചറിയുന്നില്ല. പാപ്പാൻ പറയുകയാണ് ഇങ്ങോട്ട് നടക്കുക എന്ന് പറയുമ്പോൾ ആന അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് പോകുമെന്ന് പറയുമ്പോൾ ആന അങ്ങോട്ട് തിരിയുന്നു, ഇങ്ങോട്ട് നടക്ക് അങ്ങോട്ട് തിരിയേ എന്നൊക്കെ പറയുമ്പോൾ ആനയെല്ലാം അനുസരിക്കുന്നു. ആനയ്ക്ക് ആനയുടെ ശക്തി അറിയില്ല. കത്തോലിക്കനെ, ക്രിസ്ത്യാനിക്ക് ഇന്ന് അവൻ്റെ ശക്തി അറിയുന്നില്ല. എന്താണ് കാരണം? അവൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന് ശക്തി.
അവന്റെ ഹൃദയത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി എത്ര വലുതാണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് ഇന്ന് അവൻ ആ ശക്തിയെ തിരിച്ചറിയാതെ അതിനെ കുഴിച്ചുമൂടി നിർവീര്യമാക്കി. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ ആത്മാവിനെ നിർവീര്യമാക്കി കളഞ്ഞ് അതിൻ്റെ വീര്യവും ശക്തിയുമെല്ലാം ചോർത്തിക്കളഞ്ഞ് നമ്മളിങ്ങനെ ജീവിച്ചു പോവുക. ഒരു യന്ത്രം കണക്കെ നമ്മളിങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. ആ ശക്തി നമ്മെ ജ്വലിപ്പിക്കുന്നു. അതുകൊണ്ട് സ്റ്റേഫാനോസിന്റെ ജീവിതത്തിൽ കാണുന്ന അടുത്ത കാഴ്ച ഇതാണ്. സ്റ്റേഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞവനായിരുന്നു. കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് അത്ഭുതങ്ങളും അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ജ്വലിക്കാൻ തുടങ്ങിയാൽ, എൻ്റെ ഹൃദയത്തിലുള്ള പരിശുദ്ധാത്മാവ് അഗ്നിയായി കത്തിപ്പടരാൻ തുടങ്ങിയാൽ, എന്നിൽ നിന്ന് ശക്തി പുറപ്പെടാൻ തുടങ്ങിയാൽ, സ്റ്റേഫാനോസ് ചെയ്തതുപോലെ എനിക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ സാധിക്കും. സ്റ്റേഫാനോസിന്റെ കരങ്ങൾ വഴി അനേകര് സുഖപ്പെട്ടു. അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. ജനക്കൂട്ടം അവൻ്റെ ചുറ്റുമുണ്ടായിരുന്നു. അവൻ്റെ പ്രസംഗം കേൾക്കാനായി, അവനിലൂടെ ചൊരിയപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപ അനുഭവിക്കാനായി ആളുകളെത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കും സ്റ്റേഫാനോസിൻ്റെ ഈ രണ്ടാമത്തെ മനോഭാവം പിഞ്ചെല്ലാം. അതായത് കൃപാവരവും ശക്തിയും നിറഞ്ഞ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനായി നമുക്കും മാറാം. ഇതിലൂടെ അനേകം പേരെ വിശ്വാസത്തിലേക്ക്, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് നയിക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് കർത്താവിനെ അറിയാത്ത മനുഷ്യരുടെ അരികത്തേക്ക് നമ്മൾ ഓടിച്ചെല്ലുമ്പോൾ അവരെ കർത്താവിലേക്ക് അടുപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ പ്രവർത്തിക്കുക എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമുക്കും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറഞ്ഞാൽ, കൃപാവരത്തിൽ ജ്വലിക്കാൻ തുടങ്ങിയാൽ, നമ്മുടെ കരങ്ങളിലൂടെയും കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായി, സ്റ്റേഫാനോസിൻ്റെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ സ്റ്റേഫാനോസിൻ്റെ ജീവിതത്തിൽ നിന്ന് മൂന്നാമത്തെ ഏട് നിങ്ങളുടെ മുന്നിലേക്ക് എടുത്തു വെക്കുക. സ്റ്റേഫാനോസ് ശക്തമായി കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുകയാണ്. സ്റ്റേഫാനോസ് ശക്തമായ ഭാഷയിൽ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് വചനം പ്രസംഗിക്കാൻ പേടിയാണ്. യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പങ്കുവെക്കാൻ പേടിയാണ്. എന്താണ് കാരണം? മറ്റുള്ളവർ ആക്രമിച്ചേക്കുമോ, മറ്റുള്ളവർ ഉപദ്രവിച്ചേക്കുമോ? അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ പലപ്പോഴും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 29 വർഷമായി കർത്താവിൻ്റെ കൃപയാൽ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഒരൊറ്റ ക്രിസ്ത്യാനി കുട്ടികളില്ലാത്ത ഒരു സ്കൂളിൽ അധ്യാപകനായിട്ട് ഞാൻ ജോലി ചെയ്യുകയാണ്. പക്ഷേ ഞാൻ ചെന്ന കാലം മുതൽ തന്നെ കർത്താവിൻ്റെ ആത്മാവ് നിർബന്ധിച്ചിരുന്നൊരു കാര്യമുണ്ട്. കർത്താവിൻ്റെ വചനം പല രീതിയിൽ, പല രൂപത്തിൽ അവിടെയുള്ള മക്കളോടൊക്കെ പറയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ വാക്കുകൾ കൊണ്ടും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടുമൊക്കെ നമുക്ക് കർത്താവിൻ്റെ വചനം പങ്കുവെക്കാൻ സാധിക്കും. നീ ഒരു വീട്ടമ്മയാണെങ്കിലും നിനക്ക് പങ്കുവെക്കാൻ സാധിക്കും. നിന്റെ ചുറ്റുമുള്ള, നിന്റെ വീടിന് ചുറ്റുമുള്ള ആ ലോകത്ത് നിനക്ക് പങ്കുവെക്കാൻ സാധിക്കും. നീ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നവനാണെങ്കിൽ നിനക്ക് ആ മേഖലയിൽ കർത്താവിൻ്റെ വചനം പങ്കുവെക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. പക്ഷെ നീ ആഗ്രഹിക്കണം, ഞാൻ വിശ്വാസിയാണെങ്കിൽ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാണെങ്കിൽ, എൻ്റെ യേശുവിനെ കുറിച്ച് ഒരു വാക്കെങ്കിലും പറയാൻ ഒരു ദിവസം ആരോടെങ്കിലും എൻ്റെ യേശുവിനെ കുറിച്ച് പറയാൻ ഞാൻ തയ്യാറാകുമെന്ന് തീരുമാനമെടുക്കണം. കാരണം പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ യേശുവിനെ പ്രഘോഷിക്കും ഏത് സാഹചര്യത്തിലും. പൗലോസ് ശ്ലീഹ തിമോത്തിയോസിനോട് പറയുന്നുണ്ടല്ലോ, നീ വചനം പ്രസംഗിക്കുക, സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും. പ്രിയപ്പെട്ടവരെ, പ്രതികൂലങ്ങൾ ഉണ്ടാകാം. അതിലേക്ക് നോക്കിയിരുന്നാൽ നമുക്കൊരിക്കലും വചനം പങ്കുവെക്കാൻ പറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നമുക്ക് മാറ്റാം. നമ്മൾ കർത്താവിൻ്റെ വചനം കൊടുക്കാൻ നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നു. ആ വിളി നമുക്ക് സ്വീകരിക്കാം. പ്രൈസ് ദി ലോർഡ്.
നാലാമതായി പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയുടെ മനോഭാവം കർത്താവ് വെളിപ്പെടുത്തുകയാണ്. സ്റ്റേഫാനോസിനെ കുറിച്ച് തന്നെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായം 54-ാമത്തെ തിരുവചനം. സ്റ്റേഫാനോസ് അതിശക്തമായ രീതിയിൽ യഹൂദരെ വിമർശിച്ചുകൊണ്ട്, കുറ്റപ്പെടുത്തിക്കൊണ്ട്, തുടർന്ന് 7-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യം മുതലേ തന്നെ സ്റ്റേഫാനോസിൻ്റെ ഗംഭീരമായൊരു പ്രസംഗമാണ് നമ്മൾ കാണുന്നത്. ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും അവൻ്റെ നേരെ കോപാക്രാന്തരായി പല്ല് കടിച്ചു. അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായം 54-ാമത്തെ തിരുവചനം. അവർ ഇത് കേട്ടപ്പോൾ അവൻ്റെ നേരെ കോപാക്രാന്തരായി പല്ല് കടിച്ചു. വചനം കേട്ട് അവർക്കെതിരെയാണ് സ്റ്റേഫാനോസ് സംസാരിക്കുന്നത് തിരിച്ചറിഞ്ഞപ്പോൾ ശത്രുക്കൾ ഒന്നിച്ച് അവന് നേർക്ക് പല്ല് കടിക്കുകയാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, തന്നെ ആക്രമിക്കാൻ തനിക്കെതിരായി തിരിയുന്ന ശത്രുക്കളുടെ നീണ്ട നിര കണ്ടപ്പോൾ സ്റ്റേഫാനോസ് പതറിയില്ല. അവൻ ചെയ്തെന്താണെന്ന് അടുത്ത വചനത്തിൽ നമ്മൾ കാണുന്നു. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ്റെ നേർക്ക് ഒരുപാട് പേര് ആക്രമിക്കാനായി ശൗര്യത്തോടുകൂടി, കോപത്തോടുകൂടി, കോപാക്രാന്തരായി ആക്രമിക്കാനായിട്ടുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വിശുദ്ധ പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 19-ാമത്തെ വചനം വളരെ മനോഹരമാണ്. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹകാരണമായി തീരും. വചനം നമുക്കൊരിക്കൽ കൂടി ശ്രദ്ധിക്കാം. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ വേദനകളെ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹകാരണമായി തീരും. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കൊച്ചനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കുക. ഒരു ദിവസം എൻ്റെ സ്കൂളിൽ ഒരു ക്യാമ്പ് നടക്കുക. ക്യാമ്പിൻ്റെ സമാപനമായി 2 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ക്യാമ്പാണ്. രാവിലെ മുതൽ വൈകുന്നേരം 8 മണി വരെ, പിറ്റേന്ന് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ, അങ്ങനെ 2 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ്. ക്യാമ്പിൻ്റെ സമാപനത്തിലെത്തിയപ്പോൾ എല്ലാ സഹപ്രവർത്തകരും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാനായിട്ട് ധൃതി കൂട്ടി. എല്ലാവരും പെട്ടെന്ന് പോയി. ക്യാമ്പിൻ്റെ ചുമതല മുഴുവൻ എനിക്കായിരുന്നതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച്, സ്കൂളിൽ അടച്ചുറപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് സകല സാധനങ്ങളും, മൈക്ക് സെറ്റും ആംപ്ലിഫയറും ബോക്സുകളും തുടങ്ങി ഒരുപാട് സാധനങ്ങൾ തിരിച്ച് ഓഫീസിലെത്തിക്കണം. ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട്. ഞാൻ വളരെ സങ്കടത്തോടെ ഈ ക്യാമ്പ് നടത്തുന്ന സ്റ്റേജിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുകയാണ്. ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് കർത്താവിനോട് പറഞ്ഞു: കർത്താവേ, നീ ഇത് കാണുന്നില്ലേ? 2 ദിവസമായി നിൽക്കാൻ പോലും നേരമില്ലാതെ ഓടി നടന്ന് തളർന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എന്നെ സഹായിക്കാനായിട്ട് ആരുമില്ല. എനിക്ക് മടുത്തു. എന്താണ് ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ പെറുപിറുക്കുകയാണ്. ഞാനിങ്ങനെ കണ്ണ് തുറന്നുകൊണ്ടിരിക്കുമ്പോഴേ ഞാനൊരു ദർശനം കാണുകയാണ്. ദർശനം ഇതാണ്: ഒരു പാടത്ത് 2 കാളകൾ അല്ലെങ്കിൽ 2 പോത്തുകൾ പൂട്ടിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു കാര്യമാണ്. പോത്തുകൾ, കന്നുപൂട്ടുന്ന പോത്തുകൾ, പാടം പൂട്ടുന്ന പോത്തുകൾ. പ്രിയപ്പെട്ടവരെ, ഈ നുകം വഹിച്ച് കഷ്ടപ്പെട്ട് പോത്തുകളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ പോത്തിനെ തെളിക്കുന്ന അല്ലെങ്കിൽ പോത്തിനെ നയിക്കുന്ന ആൾ, കൃഷിക്കാരൻ, ചാട്ടവാറുകൊണ്ട് പോത്തിൻ്റെ മുതുകത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഞാൻ ആത്മാവിൻ്റെ ഒരു സ്വരം എൻ്റെ ആന്തരിക കർണപുടങ്ങളിൽ മുഴങ്ങി. അതിതായിരുന്നു: രാവിലെ മുതൽ വൈകുന്നേരം വരെ പൂട്ടുന്ന പോത്തിന് എന്താണ് കൂലി? ഞാൻ കർത്താവിനോട് പറഞ്ഞു: കർത്താവേ, പോത്തിൻ്റെ കൂലി അടി തന്നെ. ഞാൻ കാണുന്നതാണല്ലോ. പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് പറഞ്ഞു: നീ രാവിലെ മുതൽ വൈകുന്നേരം വരെ പോത്തിനെ പോലെ പണിയെടുത്തു, നിനക്കും കൂലി അടി തന്നെ. പക്ഷേ കർത്താവ് തുടർന്നു: അന്യായമായി
ഈ വേദന അനുഭവിക്കുന്ന സമയമാണെങ്കിൽ പോലും നീ അത് സഹിക്കാൻ തയ്യാറായാൽ, ക്ഷമിക്കാൻ തയ്യാറായാൽ നിനക്ക് അത് അനുഗ്രഹകാരണമായി തീരും. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ പിന്നീട് ഞാൻ ഒരുപാട് ക്യാമ്പുകൾ കൊണ്ട് നടത്താനായിട്ട് ഇടവന്നിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഒരിക്കലും പരാതിപ്പെടാതെ സഹന ശക്തിയോടെ മുന്നേറുവാനായിട്ട് കർത്താവ് കൃപ തന്നത് ഈ ഒരു അനുഭവത്തിൻ്റെ ബലത്തിലാണ്. ഞാൻ പങ്കുവയ്ക്കാൻ കാരണം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പേര് നമുക്കെതിരായി നിലകൊള്ളുന്നുണ്ട്. ഈ നിലകൊള്ളുന്ന സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു രീതി സ്റ്റെഫാനോസ് നമ്മെ പഠിപ്പിക്കുക. സ്റ്റെഫാനോസിൻ്റെ രീതി എന്താണ്? അവൻ സ്വർഗത്തിലേക്ക് നോക്കി. നമ്മൾ നോക്കേണ്ടത് എവിടേക്കാണ്? നമ്മളിത് നോക്കുന്നത് പലപ്പോഴും നമ്മെ പീഡിപ്പിക്കുന്ന ശത്രുക്കളിലേക്കല്ലേ, നമ്മെ വേദനിപ്പിക്കുന്നവരിലേക്കല്ലേ, എങ്ങനെ അവർക്ക് തിരിച്ചു കൊടുക്കാമെന്നല്ലേ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സ്റ്റെഫാനോസ് തിരിച്ചു കൊടുത്തില്ല. അവൻ സ്വർഗത്തിലേക്ക് നോക്കി. അവനൊരു വടക്ക് നോക്കി യന്ത്രമായിരുന്നു. എന്താണ് വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ പ്രത്യേകത? ആ വടക്ക് നോക്കി യന്ത്രത്തിൽ ഒരു കുഞ്ഞു പേടകമാണ്, ഒരു ചില്ല് പേടകം. അതിനുള്ളിൽ ഒരു കാന്ത സൂചിയുണ്ട്. അതിൻ്റെ അഗ്രം, സൂചിയുടെ ഏരോ മാർക്ക് ഉള്ള അഗ്രം എപ്പോഴും വടക്കോട്ട് തിരിഞ്ഞിരിക്കും. കർത്താവിൻ്റെ ആത്മാവ് ഒരിക്കൽ തന്ന ബോധ്യം ഇതാണ്: നീ എങ്ങനെ തിരിച്ചു വെച്ചാലും, വടക്ക് നോക്കി യന്ത്രത്തെ തിരിച്ചു വെച്ചാലും, ആ വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ സൂചി വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്നത് പോലെ നിന്നെ എന്തൊക്കെ ചെയ്താലും നീ എവിടേക്ക് നോക്കണം? വടക്കോട്ടല്ല നോക്കേണ്ടത്, കർത്താവിൻ്റെ പക്കലേക്ക് നോക്കണം. നീ കർത്താവിൻ്റെ പക്കലേക്ക് നോക്കണം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നോക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? ആ കുരിശിലേക്ക് നോക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? അവൻ പറഞ്ഞു, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ സകല മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 32-ാം വചനത്തിലൂടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ്റെ കുരിശിലേക്ക് ഈ വേദനയുടെ നിമിഷങ്ങളിൽ നോക്കാൻ സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, സ്റ്റെഫാനോസ് നോക്കി, സ്വർഗത്തിലേക്ക് നോക്കി. അവൻ എന്താണ് കണ്ടത്? അവൻ ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. തുടർന്നുള്ള വചനത്തിൽ നമ്മൾ കാണുന്നു, ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും അവൻ കണ്ടു. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. എത്ര വലിയ കാഴ്ചയാ! എങ്ങനെയാണ് ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് സ്വർഗം കാണാനായിട്ട് സാധിക്കുക? പരിശുദ്ധാത്മാവ് നിറഞ്ഞവനെ അത് സാധിക്കും. പീഡനങ്ങളുടെ മധ്യത്തിൽ നമുക്ക് സാധിക്കും. സ്റ്റെഫാനോസിന് സാധിച്ചെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്കത് സാധിക്കും. സ്റ്റെഫാനോസ് ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. അവൻ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമായി കണ്ടു. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ, വെളിപ്പെടുവാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ്. ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ്. ഇതാ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടാനിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്റ്റെഫാനോസ് അതിപ്പോൾ തന്നെ കാണുകയാണ്. ഈ വേദനയുടെ മധ്യത്തിൽ തുടർന്ന് നമ്മൾ കാണുന്നു, അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് അവന് നേരെ പാഞ്ഞെടുത്തു. സ്റ്റെഫാനോസിന് നേരെ എതിർത്തപ്പോൾ അവൻ ദൈവത്തിലേക്ക് നോക്കി, ശത്രുക്കളിലേക്ക് നോക്കിയില്ല. 4-ാമത്തെ ആശയം അതാണ്. ശത്രുക്കളിലേക്കല്ല നോക്കേണ്ടത്, നമ്മളെ പീഡിപ്പിക്കുന്നവരിലേക്കല്ല നോക്കേണ്ടത്. നമ്മൾ നോക്കേണ്ടത് എവിടേക്കാണ്? ഈശോയുടെ സന്നിധിയിലേക്ക്, സ്വർഗത്തിലേക്ക്. അവിടെ നിനക്ക് ദൈവത്തിന് മഹത്വം ദർശിക്കാനായിട്ട് സാധിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. വീണ്ടും നമ്മൾ കാണുകയാണ്, അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവൻ്റെ നേരെ പാഞ്ഞെടുക്കുകയും ചെയ്തു. ഇതാ കുറെ കൂടി ക്രൂരമായ മനോഭാവം, അവഗണിക്കുന്ന മനോഭാവം, അവൻ്റെ നേർക്ക് പാഞ്ഞെടുക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ, അവൻ്റെ ശത്രുക്കള്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നേരെ പാഞ്ഞെടുക്കുന്നവരുണ്ട്, നമ്മളെ അവഗണിക്കുന്നവരുണ്ട്, നമ്മളെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്, ഇല്ലാത്ത കഥകൾ നമ്മളെക്കുറിച്ച് പറയുന്നവരുണ്ട്, നമ്മുടെ സൽപ്പേര് നശിപ്പിച്ചവരുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു മനുഷ്യൻ ഈ സമയത്ത് എന്താണ് ചെയ്യുക? അവൻ ചെയ്യുന്ന എന്താണെന്ന് നമ്മൾ കാണുന്നുണ്ട്. അവൻ നിശബ്ദനായിട്ട് എല്ലാം സഹിക്കുക. അടുത്ത കാര്യം നമ്മൾ കാണുന്നു, സ്റ്റെഫാനോസിനോട് ചെയ്ത അടുത്ത കാര്യം, അവർ അവനെ നഗരത്തിൽ നിന്ന് പുറത്താക്കി കല്ലെറിഞ്ഞു. അവർ അവനെ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കി, അവനെ ഓടിച്ചു. ഹല്ലേലൂയ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും കൂട്ടത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, ഓഫീസിൽ നിന്ന്, ജോലി സ്ഥലത്തു നിന്ന്, നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്ന്, ഒരുപക്ഷെ നമ്മുടെ ധ്യാന ശുശ്രൂഷകളിൽ നിന്ന് പോലും, പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ നിന്ന് പോലും നമ്മളെ ഒറ്റപ്പെടുത്തുന്ന, നമ്മളെ ഒഴിവാക്കുന്ന, നമ്മളെ അവഗണിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകാം. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞവൻ അവിടെ ഇങ്ങനെ കൂനി കൂനി ഇരിക്കുകയല്ല വേണ്ടത്. അവൻ എന്ത് ചെയ്യണം? ഒറ്റപ്പെടുത്തുമ്പോഴും അവൻ പിടിച്ചു നിൽക്കാൻ ശക്തനാണ്. കാരണം അവൻ്റെ ഉള്ളിൽ ആരുണ്ട്? അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. അവൻ പിടിച്ചു നിൽക്കും. അവൻ തകർച്ചയുടെ മധ്യത്തിൽ, വേദനയുടെ മധ്യത്തിൽ, ഒറ്റപ്പെടലിൻ്റെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ പിടിച്ചു നിൽക്കുമെന്ന് സ്തേഫാനോസിൻ്റെ അനുഭവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അഞ്ചാമത്തെ കാര്യം അതാണ്. നമ്മളെ ഒറ്റപ്പെടുത്തുന്ന നിമിഷങ്ങളിൽ, നമ്മളെ കുറ്റപ്പെടുത്തുന്ന നിമിഷങ്ങളിൽ നമ്മൾ പതറിപ്പോകരുത്. അവിടെ നമ്മൾ പിടിച്ചു നിൽക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവൂൾ എന്ന യുവാവിൻ്റെ കാൽക്കൽ അഴിച്ചു വെച്ചു. അനന്തരം അവർ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, രൂക്ഷമായ കല്ലേറിൻ്റെ മധ്യത്തിൽ, രൂക്ഷമായ വേദനിപ്പിക്കപ്പെടലിൻ്റെ മധ്യത്തിൽ, പീഡയുടെ മധ്യത്തിൽ സ്തേഫാനോസ് നിലകൊള്ളുന്നത് വളരെ ചങ്കൂറ്റത്തോടെയാണ്. അവൻ നിലകൊള്ളുകയാണ്. അവർ അവനെ കല്ലെറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്കെതിരെ കല്ലെറിയുമ്പോൾ നമ്മൾ എന്താകണമെന്ന് നമ്മൾ ഓർമ്മിക്കണം. കർത്താവിൻ്റെ ആത്മാവ് ഇപ്പോൾ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് നീ ഒരു കോളാമ്പിയാകണമെന്നാണ്. കേൾക്കുമ്പോൾ നമുക്കൊരു അരോചകത്വമൊക്കെ തോന്നും. എന്താണ് കോളാമ്പിയാകണമെന്ന് ആത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്? പ്രിയപ്പെട്ടവരെ, കോളാമ്പി എന്തിനാണ് ഉപയോഗിക്കുക? കോളാമ്പി തുപ്പാൻ ഉപയോഗിക്കുന്ന പാത്രമാണ്. പ്രിയപ്പെട്ടവരെ, നിന്ദനങ്ങളും തുപ്പലുകളും നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടം പോലെ ഉണ്ടാകും. അത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഉള്ളൂ. ചില സന്ദർഭങ്ങളിലൊക്കെ ഞാനും പതറിപ്പോകാറുണ്ട്. ഞാനും കർത്താവിനോട് പറയാറുണ്ട്, ഈ കല്ലേറ് മാത്രമേ അല്ലേ ഉള്ളൂ കർത്താവേ, എല്ലാ ഭാഗത്തു നിന്നും കല്ലേറാണല്ലോ. പക്ഷെ കർത്താവ് പറയാറുണ്ട്, നീ ഒരു കോളാമ്പിയാകണം. നിന്നേക്കാൾ മുൻപേ കോളാമ്പിയായവൻ, നിന്നേക്കാൾ മുൻപേ കോളാമ്പിയായവൻ. അതെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായം 30-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ നമുക്ക് മുമ്പേ കോളാമ്പിയായവനാണ്. അവർ അവൻ്റെ മേൽ തുപ്പുകയും ഞാങ്ങണ കൊണ്ട് അടിക്കുകയും ചെയ്തു. യഹൂദർ രാജാവേ സ്വസ്തി എന്ന് പറഞ്ഞ് അവനെ പരിഹസിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ അനുഭവം സ്തേഫാനോസിനെ ഒരുപക്ഷെ കോരിത്തരിപ്പിച്ചിരിക്കാം. എൻ്റെ ഗുരു എങ്ങനെയുള്ളവനായിരുന്നു? കോളാമ്പിയായിരുന്നു. തുപ്പലുകളും നിന്ദനങ്ങളും ഏറ്റവനായിരുന്നു. അവൻ തുപ്പലേറ്റപ്പോൾ, നിന്ദനമേറ്റപ്പോൾ പകരം കൊടുത്തില്ല. അവൻ ആ നിന്ദനങ്ങൾ പകരം തിരിച്ചു കൊടുത്തില്ല. പ്രിയപ്പെട്ടവരെ, സ്തേഫാനോസിനെ പോലെ നമുക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കണം. കോളാമ്പിയാകാൻ സാധിക്കണം. എല്ലാ തുപ്പലുകളും ഏറ്റുവാങ്ങുന്ന പാത്രം പോലെ സ്തേഫാനോസ് എല്ലാം ഏറ്റുവാങ്ങി. പ്രിയപ്പെട്ടവരെ, അതുമാത്രമല്ല, അവൻ കോളാമ്പിയായി കഴിഞ്ഞ് പിന്നെ അവൻ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. അവൻ പ്രാർത്ഥിച്ചു, ശത്രുക്കൾക്ക് വേണ്ടി നാഥൻ പ്രാർത്ഥിച്ചതുപോലെ. ദിവ്യനാഥൻ പ്രാർത്ഥിച്ചില്ലേ കുരിശിൽ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാമത്തെ അധ്യായം 34-ാമത്തെ വചനം, അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? നമ്മെ എതിർക്കുന്നവരോട് ക്ഷമിക്കുവാനായിട്ട് സാധിക്കാതെ വിഷമിക്കുമ്പോൾ, അവരെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ വിഷമിക്കുമ്പോൾ, അവർക്കെതിരെ ദൂഷണം പറയുമ്പോൾ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ദൈവ പൈതലാണ് നീയെങ്കിൽ, എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നീ ചെയ്യേണ്ട കാര്യം, 6-ാമത്തെ കാര്യം, നീ ഒരു കോളാമ്പിയാകണം. ഒപ്പം തന്നെ നീ നിൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, സ്തേഫാനോസ് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുതേ. ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുതേ. ഇവർ അറിഞ്ഞുകൂടാതെയാ ചെയ്യുന്നത്. എനിക്കെതിരെ അവർ ഒരുപാട് ദ്രോഹം ചെയ്യുന്നു, എന്നെ കൊല്ലാൻ പോവുകയാ. പക്ഷേ സ്തേഫാനോസ് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുതേ. പ്രിയപ്പെട്ടവരെ, നമുക്കും
നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടോ? കസാൻ ദാക്കീസിൻ്റെ മനോഹരമായ ഒരു നോവലാണ് ദി ഫ്രാൻസിസ് എന്ന് പറയുന്നത്. ആ ഫ്രാൻസിസ് അസീസിയെക്കുറിച്ചുള്ള ആ മനോഹരമായ നോവലിൽ ഒരു കാര്യം ഞാൻ വായിച്ചിരുന്നു. അതിങ്ങനെയാണ്: ഫ്രാൻസിസ് അസീസി ഒരു ഭ്രാന്തനെ പോലെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വലിയ ആനന്ദത്തിൽ മുഴുകി റോഡിലൂടെ തെരുവിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ആ സമയത്ത് ആളുകൾ അവൻ്റെ ചുറ്റും കൂടി അവൻ്റെ പിറകെ നടന്ന് അവനെ കല്ലെറിയുന്നു. ഫ്രാൻസിസ് അസീസി കല്ലേറ് വന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു: ഒരു കല്ലെറിയുന്നവന് ഒരു ദൈവാനുഗ്രഹം, 2 കല്ലെറിയുന്നവന് 2 ദൈവാനുഗ്രഹം, 10 കല്ലെറിയുന്നവന് 10 ദൈവാനുഗ്രഹം. പ്രിയപ്പെട്ടവരെ, പ്രതികാരം നമ്മൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടേക്കുക. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ നമ്മോട് പറയുന്നു, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടേക്കുക. കർത്താവ് ചെയ്തോട്ടെ, കർത്താവിൻ്റെ ഇഷ്ടത്തിന് വിട്ടേക്കുക. അവിടെ സ്റ്റേഫാനോസ് പ്രതികാരം ചെയ്യാൻ പോയില്ല, അവൻ പരാതിപ്പെടാൻ പോയില്ല, അവൻ വേദനയിൽ മുഴുകി അവൻ തല കുമ്പിട്ടിരുന്നില്ല, നിരാശപ്പെട്ടില്ല, എന്തേ എനിക്ക് മാത്രമെന്ന് ചോദിച്ചില്ല. നമ്മൾ എത്രയോ തവണ ചോദിച്ചിരിക്കുന്നു, ദൈവമേ എന്തേ എന്നോട് മാത്രം മനുഷ്യർ ഇങ്ങനെ ചെയ്യുന്നു? അവർക്കൊക്കെ അനുഗ്രഹമുണ്ടാകാൻ വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: തിന്മയ്ക്ക് പകരം തിന്മയോ നിന്ദനത്തിന് പകരം നിന്ദനമോ കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് അനുഗ്രഹിക്കാൻ സാധിക്കാത്തതിന് കാരണം നമ്മുടെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനവും ശക്തിയും നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവുള്ളവൻ പ്രതികാരം ചെയ്യാൻ പോവുകയില്ല. അവൻ തൻ്റെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി, തന്നെ കല്ലെറിയുന്നവർക്ക് വേണ്ടി കർത്താവിൻ്റെ മുമ്പിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. 7-ാമത്തെ ആശയം നമ്മൾ അവിടെ പൂർണ്ണമാക്കുകയാണ്. അടുത്ത ആശയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ കാണുന്നു, അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവന് മാത്രമേ തന്നെ വേദനിപ്പിക്കുന്നവൻ്റെ മുമ്പിൽ മുട്ടുകുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരിക്കൽ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ചെന്നപ്പോൾ ഞാൻ സാധാരണ ചെയ്യാറുള്ളൊരു കാര്യം, സാഷ്ടാംഗം പ്രണമിച്ച് കർത്താവിനെ ആരാധിക്കാറുണ്ട്. ഞാൻ അങ്ങനെ മുട്ടുകുത്തി സാഷ്ടാംഗം വീണപ്പോൾ ഇപ്പോഴൊന്നും സാധിക്കുന്നില്ല, എൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ മൂലം പറ്റാറില്ല. പക്ഷെ മുൻപ് ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അത് ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ മന്ത്രിച്ച ഒരു കാര്യം ഇന്നും എൻ്റെ ഓർമ്മയിലും മനസ്സിലും നിറഞ്ഞു നിൽക്കുകയാണ്. അതിങ്ങനെയാണ്: നീ എൻ്റെ മുമ്പിൽ കുമ്പിടുന്നതിന് മുമ്പ് നിൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ കുമ്പിടുക. നീ എൻ്റെ മുമ്പിൽ കുമ്പിടുന്നതിന് മുമ്പ് നിൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ കുമ്പിടുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചില കായിക വിനോദങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ്, പ്രത്യേകിച്ച് വളരെ ശക്തമായ യുദ്ധമുറകളുള്ള ജൂഡോയും കരാട്ടയും ഒക്കെ പോലെയുള്ള ഈ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിന് മുമ്പ് അവർ പരസ്പരം തല കുമ്പിടുന്നത് ആചാരം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ പൊരിഞ്ഞടിയാണ്. പക്ഷേ അങ്ങനെയല്ല നമ്മളോട് കർത്താവ് പറയുന്നത്, നമ്മളോടൊന്ന് കുമ്പിടാനായിട്ടാണ്. നീ എൻ്റെ മുമ്പിൽ കുമ്പിടുന്നതിന് മുമ്പ് നിൻ്റെ സഹോദരൻ്റെ മുമ്പിൽ കുമ്പിടണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ സ്റ്റേഫാനോസ് അത് പ്രായോഗികമാക്കി. അവൻ തന്നെ എതിർക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ മുട്ടുകൾ മടക്കി. പ്രിയപ്പെട്ടവരെ, ഇന്ന് പറ്റാത്തത്, എനിക്കും നിങ്ങൾക്കും പറ്റാത്തത് മുട്ടുമടക്കാനായിട്ടാണ്. നമ്മുടെ വാശി, നമ്മുടെ വൈരാഗ്യം, നമ്മുടെ ശത്രുത, പ്രതികാര ചിന്ത പരിശുദ്ധാത്മാവിനെ നമ്മളിൽ നിന്ന് അകറ്റി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ചോർത്തിക്കളഞ്ഞ് മുട്ടുമടക്കാൻ സമ്മതിക്കാതെ വീണ്ടും തല നിവർത്തിപ്പിടിച്ച് ഞാനാണ് വലിയവൻ, ഞാനാണ് രാജാവ്, ഐ ആം ദ കിങ് എന്ന മനോഭാവത്തോടെ നമ്മൾ അങ്ങോട്ട് ഭരിക്കുന്നു, നമ്മൾ അങ്ങോട്ട് പ്രവർത്തിക്കുന്നു. അവസാനം എന്താണ് സംഭവിക്കുന്നത്? സർവനാശത്തിലേക്ക് നമ്മൾ കൂപ്പുകുത്തി വീഴുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ് കോളാമ്പിയുടെ കൂട്ടുകാരനായ കിണ്ടിയെക്കുറിച്ച്. പ്രിയപ്പെട്ടവരെ, നീ ഒരു കിണ്ടിയാകണം.
നീ ഒരു കിണ്ടിയാകണം. എന്താണ് കിണ്ടിയാകണം? പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ കിണ്ടിയായിരിക്കും. കിണ്ടിയുടെ പ്രത്യേകത എന്താണ്? കാല് കഴുകാൻ പണ്ട് നമ്മുടെ വീടുകളുടെ മുറ്റത്ത് വെച്ചിരുന്ന, ഉമ്മറത്ത് വെച്ചിരുന്ന ഒരു പാത്രമാണ്, വെള്ളം നിറച്ച് വെച്ചിരുന്ന പാത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെക്കാൾ മുൻപേ കിണ്ടിയായിട്ടുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 14-ാം വചനത്തിൽ കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ എങ്ങനെയാ പാദം കഴുകിയത്? അവനിങ്ങനെ ഓസും പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയല്ല ചെയ്തത്. പൈപ്പും പിടിച്ച് അവൻ ഒഴിച്ചു കൊടുക്കുകയല്ല ചെയ്തത്. അവൻ അടിമയെപ്പോലെ അന്ന് കാലത്തുണ്ടായിരുന്ന അടിമകളാണ് പാദം കഴുകി കൊടുത്തിരുന്നതെങ്കിൽ അന്ന് സെഹിയോൻ മാളികയിൽ അന്ത്യത്താഴത്തിന് തൊട്ടു മുമ്പ് കർത്താവ് ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവൻ മുട്ടുകുത്തിയിട്ടാണ് പാദങ്ങൾ കഴുകിയത്. അവൻ്റെ മാതൃകത സ്റ്റേഫാനോസ് പിന്തുടർന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനെ ആരുടെ മുന്നിലും മുട്ടുകുത്താനായിട്ടും മടിയുണ്ടാകുകയില്ല, കിണ്ടിയാകാൻ മടിയുണ്ടാകുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു കിണ്ടിയും കോളാമ്പിയുമായി മാറാം. പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ കിണ്ടിയും കോളാമ്പിയുമായി മാറണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ സ്റ്റേഫാനോസിനെ പോലെ കൃപാവരം കൊണ്ട് ജ്വലിക്കുന്നുണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ടും ക്ഷമിക്കുവാനായിട്ട്, സഹിക്കാനായിട്ട്, എല്ലാം ഉൾക്കൊള്ളാനായിട്ട്, ഈ ലോകത്തിൻ്റെ എല്ലാ രീതികളിൽ നിന്നും വരുന്ന, എല്ലാവരിൽ നിന്നും വരുന്ന എല്ലാ വേദനിപ്പിക്കപ്പെടലുകളുടെയും മുമ്പിൽ ചങ്കൂറ്റത്തോടെ സ്വർഗം കണ്ട്, വരുവാനിരിക്കുന്ന സ്വർഗം കണ്ട്, വരുവാനിരിക്കുന്ന മഹത്വം കണ്ട്, ഇപ്പോൾ തന്നെ അത് സംഭവിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞിട്ട് ചങ്കൂറ്റത്തോടെ നിൽക്കാൻ സാധിക്കുമോ? എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിന്നെ തൊടാൻ പോവുകയാണ്. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നിന്നിലേക്ക്, നീ ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഏത് കോണിലായാലും, നീ ഈ ലോകത്തെ എവിടെയായിരുന്നാലും, നീ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലേലും, നീ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ മേലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. കോർണേലിയൂസിന്റെ ഭവനത്തിൽ പരിശുദ്ധാത്മാവ് പത്രോസിന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന വിജാതീയരായ എല്ലാ മക്കളുടെ മേലും തൻ്റെ കൃപാദാനം, ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കാനുള്ള കൃപ വർഷിച്ചെങ്കിൽ ഇന്ന് ഈ ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് ഏതു കോണിലും നീ ആയിരിക്കുന്നുണ്ടെങ്കിലും ഇതാ പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് നിന്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ ചൊരിയാൻ പോകുന്നു. വിശ്വസിക്കാൻ നമുക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ അഭിഷേകം സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തുറക്കാം, നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാം, നമ്മുടെ വേദനകളെ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാം. സ്റ്റേഫാനോസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ മാതൃക പിഞ്ചെന്ന ആദ്യത്തെ രക്തസാക്ഷിയായ സ്റ്റേഫാനോസിനെ പോലെ കർത്താവേ, ഞാനും കൃപാവരം കൊണ്ട് നിറഞ്ഞ് എല്ലാം ഉൾക്കൊള്ളാൻ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ, വിശ്വാസം നിറഞ്ഞവനാകാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ മുട്ടുകുത്താൻ, കിണ്ടിയും കോളാമ്പിയുമായി മാറാൻ കർത്താവേ, നീ എനിക്കൊരു കൃപ തരിക. ഈ രാത്രിയിൽ നീ എന്നെ ഒന്ന് തൊടണമേ കർത്താവേ, എന്നെ ഒന്ന് സ്പർശിക്കണമേ കർത്താവേ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ നമുക്ക് സാധിക്കുമെങ്കിൽ ഒന്ന് അടയ്ക്കാം. കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ കരങ്ങളൊന്ന് തുറന്നു പിടിക്കാം. ഈശോയെ, അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി അന്ന് അപ്പസ്തോലന്മാരിലേക്ക് ചൊരിഞ്ഞ ദൈവിക കൃപയുടെ അതേ അഭിഷേകം ഇപ്പോൾ ഞങ്ങളിലേക്കും ചൊരിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. നിറയണമേ, നിറയണമേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ, ഞങ്ങളിൽ കവിഞ്ഞൊഴുകണമേ. സ്വർഗം തുറക്കുന്നതും ദൈവമിരിക്കുന്നതും കാണുവാൻ എന്നുൾ കണ്ണു തുറന്നിടണേ. സ്വർഗം തുറക്കുന്നതും ദൈവമിരിക്കുന്നതും കാണുവാൻ എന്നുൾ കണ്ണു തുറന്നിടണേ. സ്റ്റെഫാനോസിനെ പോൽ ഇന്നും എന്നും ഞങ്ങളെ സത്യത്തിന്റെ സാക്ഷികളാക്കണമേ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, സ്റ്റെഫാനോസിനെ പോൽ അങ്ങ് ഇറങ്ങി വരിക. ഇന്നും എന്നും ഞങ്ങളെ ഓരോ ജീവിതങ്ങളിലേക്കും സത്യത്തിന്റെ സാക്ഷികളാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ, വരണമേ, 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 വരണമേ. ചൈതന്യത്താൽ
നിറയ്ക്കണമേ. അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. പുത്തൻ അഭിഷേകം ഞങ്ങളിലേക്ക് ചേർക്കണമേ. ഹല്ലേലൂയ. ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. കൃപാവരത്താൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. അഭിഷേകത്താൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ഒരു പുതിയ അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിറയണമേ, എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ. എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ. വിശുദ്ധി നൽകണമേ, വിശുദ്ധി നൽകണമേ, വിശുദ്ധി നൽകണമേ പരിശുദ്ധാത്മാവേ. വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശുദ്ധി നൽകണമേ, വിശുദ്ധി നൽകണമേ, വിശുദ്ധി നൽകണമേ പരിശുദ്ധാത്മാവേ. സ്നേഹം നൽകണമേ, സ്നേഹം നൽകണമേ, സ്നേഹം നൽകണമേ പരിശുദ്ധാത്മാവേ. സ്നേഹം നൽകണമേ, സ്നേഹം നൽകണമേ, സ്നേഹം നൽകണമേ പരിശുദ്ധാത്മാവേ. അഭിഷേകം നൽകണമേ, അഭിഷേകം നൽകണമേ, അഭിഷേകം നൽകണമേ പരിശുദ്ധാത്മാവേ. ഒരു പുതിയ പെന്തക്കോസ്തായ്ക്കായി, അഭിഷേകം ഒരു പുതിയ നൽകണമേ, അനുഭവത്തിനായി അഭിഷേകം ദാഹത്തോടെ നൽകണമേ, പ്രാർത്ഥിക്കുന്നു. അഭിഷേകം നൽകണമേ പരിശുദ്ധാത്മാവേ. എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ. എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ. എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് സ്തുതിച്ച് പാടാം. ഹല്ലേലൂയ. ഇത് ആത്മാവിന്റെ ശക്തി എല്ലാ മക്കളിലേക്ക് ചൊരിയപ്പെടുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉന്നതത്തിലുള്ള ശക്തി അയക്കണമേ കർത്താവേ. അങ്ങയുടെ ആത്മാവിന്റെ ജ്വലനം എല്ലാ ഹൃദയങ്ങളിലേക്കും ഈ സമയം വർഷിക്കപ്പെടട്ടെ. കൃപയുടെ ആത്മാവ്, ശക്തിയുടെ ആത്മാവ്, സ്നേഹത്തിന്റെ ആത്മാവ്, ആത്മധൈര്യത്തിന്റെ ആത്മാവ് എല്ലാ മക്കളിലും നിറയട്ടെ. സ്തേഫാനോസിൽ ഉണങ്ങിയിരുന്ന ആത്മാവിന്റെ ശക്തിയും ജ്ഞാനവും വിശ്വാസവും സ്ഥൈര്യവും ഞങ്ങളിലേക്ക് ചൊരിയപ്പെടട്ടെ. ഒരു പുതിയ പെന്തക്കോസ്തായ്ക്കായി ദാഹത്തോടെ ചോദിക്കുന്ന, ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിലേക്ക് കർത്താവേ, ലോകം മുഴുവൻ ആയിരിക്കുന്ന ഞങ്ങളിലേക്ക് കർത്താവേ, അങ്ങയുടെ ആത്മാവിന്റെ ജ്വലനം, ആത്മാവിന്റെ ശക്തി വാരി വിതറപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കണമേ കർത്താവേ, ഈ സമയം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ശക്തി ഞങ്ങൾ അനുഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയുടെ ആത്മാവേ, എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ. എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ. അഗ്നിയയക്കണമേ, അഗ്നിയയക്കണമേ, അഗ്നിയയക്കണമേ
പരിശുദ്ധാത്മാവേ സന്തോഷത്തോടെ അഗ്നി അയക്കണമേ, അഗ്നി അയക്കണമേ, അഗ്നി അയക്കണമേ, പരിശുദ്ധാത്മാവേ മാലിന്യങ്ങളെല്ലാം ചാമ്പലാകട്ടെ. സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ, പരിശുദ്ധാത്മാവേ വിവിധ രോഗപീഠകളാൽ വേദനിക്കുന്നവർ എല്ലാം ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. സൗഖ്യം രോഗങ്ങളിലേക്ക്, ദുരിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വിശുദ്ധി നൽകണമേ, വിശുദ്ധി നൽകണമേ, വിശുദ്ധി നൽകണമേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിൽ നിറയുന്ന ആനന്ദത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവേ, ചലിക്കുന്ന ദൈവത്തിന്റെ ആത്മാവേ, ഈ സമയം ഞങ്ങളെ ചലിപ്പിക്കുന്നവരാക്കി മാറ്റണമേ. ഊർജം പകരണമേ, ധൈര്യം പകരണമേ. കൃപകളാൽ ഞങ്ങൾ നിറയട്ടെ, വരങ്ങളാൽ ഞങ്ങൾ നിറയട്ടെ. സ്തെഫാനോസിനെ പോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിക്കുവാൻ തക്ക വിധത്തിൽ ഞങ്ങൾ ശക്തരാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ വരണേ, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് എൻ്റെ ഉള്ളിൽ വസിക്കാൻ ആത്മാർത്ഥമായി ആത്മാവിനെ ക്ഷണിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറഞ്ഞു കവിയണമേ. ഈ ശുശ്രൂഷകളിൽ ആത്മാവേ നിറഞ്ഞതിന് നന്ദി, നന്ദി കർത്താവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.